നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മോഡ്യൂളിലെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയാണിത്. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എഴുതി വയ്ക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ ഓരോ സ്റ്റേജ്, ഓരോ ഘട്ടം ഘട്ടം കടന്നു വന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ വിജയങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ അത് നമ്മൾ ആഘോഷിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് മസ്റ്റാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, 4 പേരെ അറിയിച്ച് ആഘോഷിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ, എന്താണെങ്കിലും നമ്മളതിൽ ഹാപ്പി ആയിരിക്കണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10ൽ 10 എക്സാമിന് മാർക്ക് വാങ്ങിച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു ചിട്ടി പിടിച്ച് വണ്ടി വാങ്ങിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്ന് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസം ഉണ്ടായി, നിങ്ങൾ അതിലങ്ങ് സന്തോഷിക്കുക, ചെറിയ കാര്യങ്ങൾ അങ്ങ് സന്തോഷിക്കുക. ഈവൻ ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ല, പക്ഷേ മുന്നത്തേക്കാൾ നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്തെങ്കിൽ അതിൽ അഭിമാനിക്കുക. വേറെ ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ചുമ്മാ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് റിലു സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിനക്കിത് പറ്റുള്ളൂ, നിന്നെക്കൊണ്ട് ഇതൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ. ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ആരും അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ നമുക്ക് ഇന്ധനം കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും, നമുക്കതിൽ വ്യത്യാസങ്ങളുണ്ടാകും. സോ ചെറുതും വലുതായിട്ട് എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ആഘോഷിക്കുക. അതുപോലെ ചില മൊമെൻറ്റിൽ എന്താ പറയുക, സങ്കടങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാനെല്ലാം അടിപൊളി, അങ്ങനെയല്ല. മൂഡ് സ്വിങ്ങുകൾ വരാം, ചില ദിവസങ്ങൾ പ്ലാനിങ് നടക്കാതിരിക്കാം, ചില ദിവസങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരാം, ചില ദിവസം ഭയങ്കര എനർജറ്റിക് ആയിരിക്കാം. പക്ഷെ നമ്മൾ ഇതെല്ലാം അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, എല്ലാത്തിനും അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നോക്കിക്കാണണം. അവിടെയാണ് നമ്മുടെ സക്സസ് ഉള്ളത്. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോസും മാക്സിമം കാണുക. ഇത് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, അതിലെന്തൊക്കെ വിജയിച്ച് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് ലൈഫിൽ മുന്നേറുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ മോഡ്യൂൾ 3യിലാണ്. 3യോടുകൂടി നമ്മൾ ഈ ഒരു സെറ്റ്, അതായത് അതോടുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് വ്യക്തികൾ ഇതിനോടകം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡയറക്റ്റ് കാണുന്നില്ലെങ്കിൽ പോലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞാനും തമ്മിലൊരു കോൺടാക്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ്ലി ഉണ്ടാവണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം നല്ലതാവട്ടെ.